ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ആയി നമ്മൾ ടിപ്സ് ആൻഡ് ഹാക്സ് വീഡിയോസ് ഇട്ടിട്ട് ഓഫ് യൂട്യൂബ് നമ്മുടെ സീരീസ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫിലിം ചെയ്ത വീഡിയോസൊക്കെ ഡിലീറ്റായി പോയതുകൊണ്ടാണ്, അതായത് എക്സസിൽ ഞാൻ കുറേ വീഡിയോസ് ടിപ്സ് ആൻഡ് ഹാക്സ് ഞാൻ കുറേ വീഡിയോസ് ഫിലിം ചെയ്ത, ബട്ട് എന്താ പറയുക, ഫോർ ദ സ്ട്രേഞ്ച് റീസൺസ് അത് ഫുൾ ഡിലീറ്റ് ആയതാണോ ഡിലീറ്റ് ആക്കിയാറില്ല. സ്ക്രീൻ റെക്കോർഡ്സ് ഫുള്ളും പോയി. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്താൽ കുറേ പോയി. അതിൽ ഞാൻ കുറേ എന്താ എങ്ങനെയൊക്കെ യൂട്യൂബിലുള്ള പകുതിയാറ് എല്ലാ സാധനവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മച്ച് തിങ്സ്, ബട്ട് ലക്ക് നമ്മളെ കയ്യിലല്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻഷോട്ട് ആപ്പിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാമെന്നാണ്, അതായത് തമ്പനയിൽ ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന്. അപ്പം പ്രീമിയം ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പഴയ വീഡിയോ തമ്പനീൻ്റെ കാണാത്തവർ അത് ഞാൻ പിക്സാർട്ടിലാണ് ഉപയോഗിച്ചത്. അപ്പം നമ്മൾ ഇൻഷോട്ടിൽ ഇപ്പോൾ കുറേ പുതിയ സാധനങ്ങൾ വന്നത്. ഞാൻ ഇൻഷോട്ടിലാണ് ഈ ഒരു തമ്പനി ഉണ്ടാക്കിയത്. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്, കാരണം എനിക്ക് പിക്സാർട്ട് ഉപയോഗിക്കാൻ ഏത് സമയത്തൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വെക്കാം. അപ്പോൾ ഗായ്സ്, ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ട് കയറാം. അപ്പോൾ ഫോട്ടോസ് പോയാൽ കുറച്ച് സീനാണ്. അപ്പോൾ നമുക്ക് കളാജ് പോയാൽ മതി. കാരണം ഫോട്ടോസിലാകുമ്പോൾ ഒരു സീന് വെച്ചാൽ നമുക്ക് ഒരു ഓപ്ഷൻ മാത്രം ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു ഡെഫിനറ്റ്ലി എ ബാഡ് പോയിൻറ്റ് ഫോർ ഇൻഷോട്ട്. ബിക്കോസ് ഇത് നല്ല രസമല്ല ഇങ്ങനെ വരുമ്പോൾ. ഈ ഒരു ഫോട്ടോ ഇങ്ങനെ വരും. ഇനി ബാക്കിയുള്ള ഫോട്ടോ എങ്ങനെ ഇടുന്നതിനോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഫയൽസ് പോയിട്ട് ഇടണം. ബട്ട് അതൊരു എനിക്ക് വേഗം ചെയ്യാൻ കഴിയുന്നില്ല, കാരണം കുറേ ഞാൻ നോക്കി. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ മെയിനായിട്ട് ഇത് കണ്ടില്ല. ബട്ട് ഫോർ മീ ഇറ്റ്സ് കൈൻഡ് ലൈക്ക് ചില സാധനങ്ങളൊക്കെ പോയിക്കണം. ബട്ട് ഇറ്റ്സ് ഓൾസോ നൈസ് ടു യൂസ്. എന്താ പറയുക, ഈ ഓപ്ഷൻ ആകുമ്പോൾ എന്താ പറയുക, നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ചെയ്യാം. ഇതിൽ പോയിട്ട് ഇപ്പോൾ ചെയ്ത ഫോട്ടോ എടുക്കാം. ഈ മരം എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് 3 ഇങ്ങനെ വെക്കുക. ഞാനിപ്പോൾ കാണിച്ചത് മറ്റേ കലാജ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം ഇങ്ങനെയല്ല വരാം. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മാത്രം മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എനിക്കിപ്പോൾ ഒന്നും മാറ്റേണ്ട. ഇതാണ് ഇതിൻ്റെ ഫോൾട്ട് വെച്ചാൽ ഫസ്റ്റ് അടുത്ത ഫോട്ടോ മാത്രം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയും. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് ഇത് ഫോട്ടോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദാറ്റ്സ് എ ബിഗ് ഡൗൺഫോൾട്ട്. അല്ലെങ്കിൽ ഇതുപോലെ പോയി ചെയ്യേണ്ടി വരും. ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കണം, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഓപ്ഷൻസ് കുറവാണ്. എനിക്ക് മെയിനായിട്ട് ഡൗൺഫോൾഡ് തമ്പലിന് പോലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. പിക്സാർട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ബാക്കിൽ കുറേൻ്റെ വോയിസ് ഒക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. എല്ലാവർക്കും ഇവിടെ കോൾഡ് പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, എന്താ വെച്ചാൽ പിക്സാർട്ടിലാണ് നല്ല സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവും. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റിക്കേഴ്സ് ഓപ്ഷൻ അവളിപ്പോൾ തമ്പലിയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ ചെയ്യുമ്പോൾ തരുന്നില്ല. ആൻഡ് ദാറ്റ്സ് എ ബിഗ് ഡൗൺഫോൾ ഫോർ മീ. ഇതിൽ ഇങ്ങനത്തെ എഡിറ്റിങ്ങൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ടൈപ്പിങ്ങിന് ഇപ്പം സബ്സ്ക്രൈബ് ടു ഫസ് നിങ്ങൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യാം. ഇതിൽ കുറേ കളറ് ബോർഡർ അതൊക്കെ ഉണ്ട്. ഡിസൈൻസ് ഇത്രയുണ്ട്. അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണം, അൺലോക്ക് ചെയ്യണം. അൺലോക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് ഇതാണ്. ആഡ് കാണാം, അല്ലെങ്കിൽ പ്രീമിയം ആയിട്ട് വെക്കാം. അങ്ങനെയാണ്. ഇതിൽ അത്യാവശ്യം നല്ല എന്താ പറയുക സ്റ്റൈല് വരുന്നുണ്ട്. ഉണ്ടോ, ട്രെൻഡിങ് സ്റ്റൈലൊക്കെ ഉണ്ട്.
എനിക്ക് ടൈപ്പിങ്ങിൻ്റെ ഇതാണ് എന്താ നല്ല സ്റ്റൈൽ കിട്ടാൻ കുറച്ച് പണിയാണ്. ഇപ്പോൾ വേറെ കുറേ ആപ്പൊക്കെ ഉണ്ട് അതിനായിട്ടുള്ള. അപ്പം ഇനി ഭാവിയിൽ അതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ കയറ്റിയിട്ട് എൻ്റെ ഇതിൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തമ്പിൽ കംപ്ലീറ്റ്. ബട്ട് യു ഡോണ്ട് ഗെറ്റ് ദ സ്റ്റിക്കേഴ്സൊക്കെ കുറവായിട്ടൊരു സുഖം കിട്ടുന്നില്ലല്ലോ. ഇനി നമുക്ക് ഖലാജ് പോലെ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കുറച്ച് ഇത് എടുക്കാം. ഞാൻ വെറുതെ ഇതൊന്ന് എന്താ പറയുക ജസ്റ്റ് കാണിച്ചു തരാനാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ തമ്പിൽ കലാജിലുണ്ടാവുക. ഇനി നമുക്ക് അതിൽ എഴുതിയിട്ടാൽ മതി. ആക്ച്വലി കലാജിൽ എന്താ വെച്ചാൽ ഇപ്പോൾ എഴുതിയിട്ട് കലാജിലാകുമ്പോൾ കുറേ ഇതെടുക്കാമെന്നുള്ളൊരു ഇതുള്ളൂ, വേറെ ഒന്നുമില്ല. സെയിം അങ്ങനെ എഫക്റ്റൊക്കെ ഉണ്ട്. സെയിം എന്നാൽ ചെയ്ത ഇന്നത് ചെറിയൊരു ഇതൊക്കെ തന്നെ ഉള്ളൂ കലാജിലും ചെയ്യാനുണ്ടാവും. കമ്പാരിറ്റീവ് പിക്സാർട്ട് ഇറ്റ്സ് നോട്ട് ടു ഗുഡ്. ബട്ട് നമുക്കിപ്പോൾ എൻ്റെ പോലെ പെട്ടെന്ന് പിക്സാർട്ടിന് ലോഗിൻ ചെയ്യാനുള്ള ഇതോ അല്ലെങ്കിൽ കയറ്റാനുള്ള ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ ഇത് ഉപയോഗിക്കുക. ബട്ട് വീഡിയോ എഡിറ്റിങ് ഞാൻ കുറേ വീഡിയോസ് ഇതിലാണ് ചെയ്ത് എൻ്റെ എക്സസിൽ നോക്കിയാൽ. പിന്നെ ഇൻഷോട്ടിലാണെങ്കിൽ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യുക. ബിക്കോസ് ഇൻഷോട്ട് ഈസ് ഗെറ്റിംഗ് സോ മച്ച് ഓപ്ഷൻസ്. സോ I prefer InShot for editing purpose. For thumbnail purpose ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കണ്ടോ പെട്ടെന്ന് കഴിഞ്ഞില്ല പണികളൊക്കെ. കാരണം സിമ്പിളായിട്ട് വീഡിയോ വരെ എനിക്കിപ്പോൾ സെറ്റാക്കാൻ കഴിഞ്ഞു. ബിക്കോസ് അത്രേ ഇതുള്ളൂ ആക്ച്വലി. ഇൻഷോട്ട് ചെയ്യാൻ എളുപ്പമാണ്. ബട്ട് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിന് മാത്രം ഡൗൺഫോൾഡ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഈ ആരോണ്ട് ഇതൊക്കെ നല്ല രസമുണ്ട്. ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്ന ആരോണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇടാം. ദർസ് ഗുഡ് ഓപ്ഷൻസ്. ബട്ട് സ്റ്റിൽ ഇതൊരു മിസ്സിങ് പോലെ പെട്ടെന്ന് വീഡിയോ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്ര ഉള്ള ടിപ്സ് ആൻഡ് ഹാക്സ് വീഡിയോ. കുറേ കാലമായതുകൊണ്ട് ഞാനൊരു കണ്ടൻറ്റായിട്ട് ടിപ്സ് ആൻഡ് ഹാക്സ് ഇനിയും വരും ഗൈസ്. ഞാൻ അന്ന് ഡിലീറ്റ് ആക്കിയൊക്കെ കുറേ വീഡിയോസ് വീണ്ടും എടുക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സാധനം എഴുതുന്നത് അത് പോക്കാനും, പിന്നെ നിങ്ങൾ വീഡിയോ എൻഡിങ്ങിന് എങ്ങനെയാണ് നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ, പിന്നെ നെക്സ്റ്റ് വേറെ വീഡിയോ, പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ ചെറുതായിട്ട് ഇതില്ല എന്താ പറയുക ഒരു ചെറിയൊരു ആളിങ്ങനെ നമ്മളെ ഫോട്ടോ ഒന്ന് കാണിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കുക, ഇങ്ങനെ കമ്മ്യൂണിറ്റി ടാബിൻ്റെ ഇതുപോലതൊക്കെ ഉണ്ട്. ലൈവ് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. നല്ല എനിക്ക് കണക്റ്റ് ആവുന്നില്ല ലൈവ്. അല്ലെങ്കിൽ ഇങ്ങനെ ലൈവ് ചെയ്യാനുണ്ടാവും. 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ ലൈവ് വർക്ക് ചെയ്യും. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ ബാഡ് ലക്ക്. പിന്നെ ക്രൈസി ഗെയിമർ നിർത്തിയിട്ടുണ്ട്. ഞാൻ ക്രൈസി ഗെയിമർ തുടങ്ങിയ സമയത്ത് ചെറിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവില്ല പോലത്. അത് ചെറിയ നമ്മൾ തുടങ്ങിയ സമയത്ത് പോയിട്ട് ലൈവ് സ്ട്രീം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പരാഗ് ആദ്യം 100 ആട്ടേനും. ഇപ്പോൾ നോക്കുമ്പോൾ ആയി ഗൈസ്. പിന്നെ വേറൊരു പെണ്ണു ഓൾക്കൊക്കെ നല്ല ലക്ക്. എനിക്ക് ഫുള്ളും ഡൗൺ ലക്കാണ് ഗൈസ്. ഇപ്പോഴപ്പോൾ നല്ല ഇതൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ക്രൈസി ഗെയിമർ എന്താ പറയുക അത്യാവശ്യം പോപ്പിങ് ചെയ്യുന്നു. ബട്ട് ഫോർ ദ റീസൺസ് ദാറ്റ് ഐ ടോൾഡ് ഇൻ ദാറ്റ് ചാനൽ ഐ വോണ്ട് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. And I say, black Nida, nothing real to black me, still black Nida. Sarang, let's go. Or bye.